അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്റെ അതായത് ഈ ബിഗ് ബോസ് സീസണിലുള്ള ആൾക്കാർ അവരെ ലോകം അവർ മാറ്റുന്ന രീതിയിൽ പല ആൾക്കാരും ചെയ്യുന്നു. അതാണ് ഞാൻ വേണു അതിന്റെ എന്റെ ഡിഫറൻറ്റ് ആണ്. ഇവിടെ പുറത്തേക്ക് കഴിഞ്ഞാൽ എല്ലാ വർക്കിലും എണിയുണ്ട്. പക്ഷെ ബിഗ് ബോസ് ഇറങ്ങി കഴിഞ്ഞ ആൾക്കാർ രേണു അവിടെ ഒന്നും അതെ അതെ അത് ഞാൻ തന്നെ അപ്പറഞ്ഞത് എന്നെ കുറിച്ച് തന്നെ എന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ട്. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോൺട്രവേഴ്സി നടക്കുകയാണ്. ഈ കോൺട്രവേഴ്സി നടക്കുമെന്നോ നടക്കാൻ സാധ്യതയുണ്ടെന്നോ മുൻകൂട്ടി മനസ്സിലാക്കി രേണുവും ടീമും എന്ത് കോൺട്രവേഴ്സിയോ ഞാനില്ലാതെയോ പെറുക്കിട് എന്റെ പേര് പെറുകേനെ തൊട്ടിട് എന്ന് പറഞ്ഞ് ഈ കോൺട്രവേഴ്സിക്ക് അടുത്തോട്ട് ചാടാൻ ശ്രമിച്ചതുപോലെയാണ് എനിക്കിത് ഫീൽ ചെയ്തത്. ഓക്കെ, ഇപ്പോഴത്തെ കോൺട്രവേഴ്സിയിലോട്ട് നമുക്ക് വരാം. എന്നിട്ട് നമുക്ക് ഈ ദാസേട്ടൻ കോഴിക്കോട് പറയുന്നതിലേക്ക് നമുക്ക് വരാം. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ റീസെന്റ് ആയിട്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് അനീഷിന് ഡിജിറ്റൽ സ്റ്റാർ ഓഫ് ദി ഇയർ 2026 എന്ന് പറയുന്ന ഒരു അവാർഡ് അങ്ങോട്ട് കൊടുത്തങ്ങട്ട്. അവാർഡ് കൊടുത്തതാരാ? അനിമോള് മറ്റേ പ്രിയങ്ക എന്ന് പറയുന്ന അടിയിലേക്ക് നമുക്ക് വരാം. അപ്പോ ഈ അവാർഡ് കൊടുത്തതിന്റെ സമയത്ത് അനീഷ് അതിന്റെ താഴെ ഒരു ക്യാപ്ഷൻ എഴുതിയിട്ട് ഡിസ്ക്രിപ്ഷൻ പോലെ ക്യാപ്ഷനാണ് ഇപ്പോഴത്തെ പ്രശ്നം. ആദ്യം നമുക്ക് ആ സാധനം ഒന്ന് കാണാം. ഏത് സാധനമാണ്? ഈ അനീഷ് അങ്ങോട്ട് കയറുന്നതിന് മുമ്പേ അനീഷിനെ റെഡ് കാർപ്പറ്റിൽ വിളിച്ചിരുത്തി അത് പറയൂ അനീഷ് കേൾക്കുന്നുണ്ടോ? ആ സാധനം നമുക്കൊന്ന് കേൾക്കാം. പറയുന്നത് അതിനേക്കാളേറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. കഴിഞ്ഞ കൊല്ലം നിങ്ങളുടെ ഈ പ്രോഗ്രാം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും, എന്നെങ്കിലും എനിക്കും ഇങ്ങനെ ഒരു അവാർഡ് കിട്ടണം എന്നുള്ളത്. കിട്ടിയല്ലോ, സന്തോഷമല്ലോ, വളരെ സന്തോഷമല്ലോ. ഓക്കെ, അനീഷിന് ഇതാണ് കിട്ടിയ ആ അവാർഡ്. ആ ഇൻഡാസ് ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനിമോളും പ്രിയങ്ക എന്ന് പറയുന്ന പുരുഷന്മാർക്ക് വേണ്ടി അഘോരാർത്ഥം ശബ്ദമുയർത്തുന്ന പുരുഷന്മാരുടെ സ്വന്തം പ്രിയങ്ക ചേച്ചിയാണ് അവാർഡ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഈ അവാർഡ് കൊടുത്തതല്ല പ്രശ്നം. പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു നമ്മളിപ്പോ കണ്ട ഫോട്ടോയുടെ കീഴെ അനീഷ് ഒരു സാമാന്യം എഴുതിപ്പെടുത്തി. ഈ ബിഗ് ബോസിനകത്ത് ഞാൻ അനീഷിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. അനീഷ് ജയിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയും അനീഷ് ജയിക്കണമെന്നുള്ള രീതിയിൽ അനീഷ് ജയിക്കാത്തപ്പോൾ വളരെ നിരാശയായ ഒരു വ്യക്തിയാണ് ഞാൻ. ആ അനീഷ് എന്തൊരു പരിപാടി ഉണ്ട് അനീഷ കാണിക്കുന്നത്. നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള സാധനം നിങ്ങൾ ചെയ്യണ്ടേ? ഒപ്പോസ് ചെയ്യാനുള്ള സാധനമാണ് ചെയ്യുന്നത്. ചെയ്യാം, ഓക്കെ. അനീഷ് ഇട്ട സാധനം ഇതാണ്. പുരസ്കാരങ്ങൾ കിട്ടുക എന്നത് തീർച്ചയായും സന്തോഷം തരുന്ന ഒന്നാണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഡിജിറ്റൽ മീഡിയ സ്റ്റാർ ഓഫ് ദി ഇയർ 2026 എന്ന അവാർഡ് എനിക്ക് കിട്ടുമ്പോൾ അംഗീകരിക്കപ്പെട്ടതിന്റെ നിർവൃതി തീർച്ചയായിട്ടും ഉണ്ട്. അത് വേണം. അത് ഒരുപാട് സിനിമകളുടെ ഭാഗമായ അഭിനേത്രി പ്രിയങ്കയും ബാക്കിയാണ് പ്രശ്നമായ സ്റ്റേറ്റ്മെന്റ്. ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്ന അനിമോളാണ് പുരസ്കാരം നൽകിയത്. അനിമോളെ വേറൊരു കാറ്റഗറിയിൽ നിങ്ങൾക്ക് അറിയില്ല അല്ലേ? അനിമൽ ബിഗ് ബോസ് സീസൺ 7 വിന്നർ ആയിരുന്നു. താങ്കളുള്ള പ്രോഗ്രാമിൽ താങ്കൾക്കാകാതെ പോയ വിന്നർ ആയിരുന്നു അനിമോൾ. മനസ്സിലായോ? പിന്നെ അനിമോൾക്ക് കുറച്ച് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ വിളമ്പി നശിപ്പിക്കുന്നില്ല. അനിമോളെ പ്രകീർത്തിക്കുക എന്നുള്ളതല്ല എന്റെ ലക്ഷ്യം. നമുക്ക് ബാക്കിയേക്കാം. മുതിർന്ന സിനിമ താരങ്ങളും സോഷ്യൽ മീഡിയയിലെ മിന്നി തിളങ്ങുന്ന എന്റെ തെറ്റ താരങ്ങളും തന്ന എന്തൊക്കെയോ പരിഗണനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അനീഷേട്ടൻ, ദാസേട്ടൻ കോഴിക്കോടിനെ കണ്ടിട്ടാണോ ഈ അനീഷേട്ടൻ? എന്ത് പിള്ളേരുമാണ്. ഓക്കെ, ഇതാണ് ഇപ്പൊ പ്രധാന പ്രശ്നം. അപ്പൊ സ്വാഭാവികമായിട്ടും ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നർ ആയിരുന്നു. അതാണ് അനിമോൾക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ ടൈറ്റിൽ എന്ന് പറയുന്നത്. ടൈറ്റിൽ വിന്നറാണ്. അനിമോൾക്ക് നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അനിമോൾ സീരിയൽ താരമായിരുന്നു. അനിമോൾ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആൽബത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഈ കോമഡി സ്റ്റാർസിനകത്ത് പുള്ളിക്കാരി ഒരു വലിയ ഭാഗമായിട്ട് മാറിയിരുന്നു. അപ്പോ അനിമോളുടെ ആ ഒരു ടൈറ്റിൽ വളരെ ചെറുതായിട്ട് ഒരു കോമഡി താരം ഇവിടെ പ്രമുഖ നടി പ്രിയങ്കയും ഒരു കോമഡി മിമിക്രി താരവും എനിക്ക് അവാർഡ് തന്നു. ഈ ഒരു സെറ്റപ്പിലാണ് അനീഷ് അത് ചെയ്തത്. ഇതിനെ തുടർന്ന് അനിമോള് എന്ത് ചെയ്തു? സ്റ്റോറി ചമ്പാൻ തുടങ്ങി. അനിമോളുടെ സ്റ്റോറി നമുക്കൊന്ന് കാണാം. ഒരാളുടെ മൂല്യം കുറച്ച് എഴുതാം, പക്ഷെ അയാളുടെ സ്നേഹം കുറച്ച് എഴുതാൻ ആരാലും കഴിയില്ല. കറക്റ്റ്. അതിനകത്ത് കൂടുതൽ സംശയമൊന്നുമില്ലെങ്കിൽ ഒന്നും സംസാരിക്കില്ല. നമ്മളെ ചെറുതാക്കി കാണാൻ ചിലർ ശ്രമിക്കും. പക്ഷെ സത്യമായ എന്തെങ്കിലും മൊത്തം തെറ്റുന്നത് പിന്നെ മലയാള വിദ്വാന്റെ അടുത്ത് പോകണമല്ലോ. സത്യമായ കഴിവ് ഒരാളുടെ വാക്കുകളിലല്ല, അയാളുടെ മനസ്സിലാണ് തെളിയുന്നത്. അങ്ങനല്ല, വാക്കുകളിലും തെളിയും. ചില ആൾക്കാർക്ക് സംസാരിക്കുന്നതായിരിക്കും കോൺഫിഡൻസ്, അങ്ങനെ അത് എനിക്ക് തോന്നില്ല. ഓക്കെ, ബാക്കി കേൾക്കാം. എന്നെ ചെറുതാക്കി എഴുതാം, പക്ഷേ 16 ലക്ഷം വോട്ടുകൾ ചെറുതാക്കാൻ ആരാലും കഴിയില്ല. ഈ 16 ലക്ഷം വോട്ടിന്റെ കേസിലേക്ക് നമുക്ക് വരാം കേട്ടോ. ബാക്കി കേൾക്കാം. വിജയം ആരുടെയും കൃപയല്ല, അത് ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ്. അതിന് അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. കറക്റ്റ്. എനിക്ക് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം അവിടെ അവസാനിച്ചതിന് ശേഷം പിന്നെ എല്ലാ സീസണിലും നമ്മൾ കാണുന്നതാണ്, ജയിച്ച ആളെ തോറ്റ ആളുകൾക്ക് അല്ലെങ്കിൽ ആ കപ്പ് വിൻ ചെയ്യാൻ പറ്റാതെ പോയ ആളുകൾക്ക് അവരൊരു ആത്മാതിരി അറ്റാക്ക് ചെയ്യുന്നില്ലേ? ഇവൻ അർഹതപ്പെട്ടതല്ലേ? ഞാനെന്നെ അർഹതപ്പെട്ടത്.
എന്റെ തട്ടിക്കൊണ്ട് പോയത് ഈ സാധനം. ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ മോശമായിട്ടൊരു ആറ്റിറ്റ്യൂഡ് ആണെന്നുള്ളത് ഇവരാരും മനസ്സിലാക്കുന്നില്ല. ബിഗ് ബോസ് ഗെയിം കഴിഞ്ഞ് ഇറങ്ങിയതിനു ശേഷം ഇവർ ഈ ഒരു അവാർഡിന്റെ പുറകെ അല്ലെങ്കിൽ ഈ വിന്നറിനെ ഒരു ടാർഗറ്റ് ചെയ്തിട്ടുള്ള സാധനം, അതായത് അകത്ത് കളിച്ച ഗെയിമാണ് ഇവരെല്ലാം പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മോശം കേട്ടോ. ഓക്കെ, എനിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടി. ട്രോഫി, കാർ, പ്രൈസ് മണി, അതിലും വലുത് ജനങ്ങളുടെ സ്നേഹം. ഞാൻ എന്റെ യാത്രയിൽ മുന്നോട്ട് പോകുന്നു, മുന്നോട്ട് തന്നെ പോകണം. ചിലർ ഇപ്പോഴും പഴയ മത്സരത്തിൽ തന്നെ കുടുങ്ങിയിരിക്കണം. വളരെ കറക്റ്റ് ആയിട്ടുള്ള സാധനമാണ് പറയുന്നത്. അത് RJ, ബിൻസി, ബിന്നി, പിന്നെ അനീഷ്, ഇങ്ങനെ കുറെ പേര് അതിനകത്ത് തന്നെ വീണ്ടും ലൂപ്പ് അടിച്ച് കിടക്കണം. കഴിഞ്ഞു, നിങ്ങളുടെ സീസൺ അവസാനിച്ചിരിക്കുന്നു. അനുമോൾ വിന്നറായി, കപ്പ് കൊണ്ടുപോയി. ജനങ്ങളുടെ മനസ്സിൽ വിന്നറാണ് അനീഷ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇമ്മാതിരി ജനങ്ങളെ വെറുപ്പിക്കുന്ന പരിപാടി അനീഷ് ചെയ്യാതിരിക്കുക. അനീഷിന്റെ മെച്യൂരിറ്റിയും അനീഷിന്റെ സംസാര രീതിയൊക്കെയാണ് നമ്മളെയൊക്കെ അനീഷിലേക്ക് ആകർഷിച്ചത്. ഇപ്പൊ ഒരുമാതിരി സാധാ തമ്മിൽ തല്ലുന്ന വെറും ജെയിംസിനെ പോലെ തന്നെയാണ് അനീഷ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് 4 മാസമായി. 4 മാസമായല്ലേ? ഞാൻ മുന്നോട്ട് പോയി. ചിലർ ഇപ്പോഴും അവിടെ തന്നെ. PR കൊണ്ടല്ല, 16 ലക്ഷം ആളുകളുടെ സ്നേഹം എന്നെ വിന്നറാക്കിയത്. അതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. PR-നൊക്കെ വലിയ സ്ഥാനം അതിനകത്തുണ്ട്. PR-ന് സ്ഥാനമില്ലെന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ പോയി പണി നോക്കണേ എന്നും പറഞ്ഞിട്ട് അനുമോളുടെ സ്ഥാനം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് വേറെ ഒന്നുമില്ലല്ലോ. ജയിച്ചവർ മുന്നോട്ട് പോകും, ജയിക്കാൻ പറ്റാത്തവർ പഴയ കഥകൾ പിടിച്ചു നിൽക്കും. ഓക്കെ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോറി ഇട്ട് കളിക്കുകയാണ്. ഞാനൊരു സ്റ്റോറി അങ്ങോട്ട്, നീ 2 സ്റ്റോറി ഇങ്ങോട്ട്, ഞാൻ വീണ്ടും ഒരു സ്റ്റോറി അങ്ങോട്ട്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോറി ഇട്ട് കളിക്കുകയാണ്. അപ്പൊ അനീഷിന് മറു സ്റ്റോറി ഇടണമല്ലോ, വേണ്ടേ? മറു സ്റ്റോറി ഇട്ടിട്ടുണ്ട്, നമുക്ക് മറു സ്റ്റോറി ചെയ്യണം. ചിലർ എല്ലാ മാസവും വീതം വെച്ച് കൊടുക്കുന്നതല്ലേ ആ റോബോട്ടിക് PR-കളും പെയ്ഡ് PR-കളും രക്ഷക്കെത്തട്ടെ. എന്റെ അനീഷ്, നമ്മൾ കഴിഞ്ഞു, ബിഗ് ബോസ് തീർന്നു, ഇനി എന്തിനാ PR? ഇപ്പൊ അനീഷ് അവകാശപ്പെടുന്ന സാധനം PR കൊണ്ടാണ് അനുമോൾ ജയിച്ചത്, അനുമോൾ PR കൊണ്ടാണ് ജയിച്ചത്. അപ്പൊ അവർക്ക് 16 ലക്ഷം വീതിച്ചു കൊടുക്കണം. വീതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അനുമോൾ ഇങ്ങനെ ഒരെണ്ണൊക്കെ ഇട്ടിട്ട് റീച്ച് ഉണ്ടാക്കുന്നതാണ് അനീഷ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് അനീഷിനോടുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, അനീഷിന് PR-ലായിരുന്നോ? അനീഷിനും PR ഉണ്ടായിരുന്നു. നമ്മളൊക്കെ അനീഷിന്റെ PR ആയിട്ട് വർക്ക് ചെയ്ത്, അല്ലാതെ അനീഷ് പെയ്ഡ് ആയിട്ടൊരു PR അനീഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഇമാതിരി ഒരുത്തനെ കുത്തുമ്പോ അവന് കുത്തുകൊള്ളാൻ അർഹനാണെന്നും പറഞ്ഞിട്ട് പിന്നെ പോയി കുത്താൻ പാടില്ല. അപ്പൊ നമ്മളും കുത്തുകൊള്ളാൻ അർഹനാണെന്ന് ഓർമ്മ വേണം. അനീഷിന്റെ ബാക്കി കാണാം. ആർക്കൊക്കെയോ നന്നായി പൊള്ളുന്നുണ്ടല്ലോ, അയ്യോ വിയർത്ത് മേക്കപ്പ് പൊലിച്ചിറങ്ങിയാൽ. അതിനകത്തിരുന്നേ നമുക്ക് വിവാഹം കഴിച്ചാലോ, ഞാൻ ആലോചിക്കട്ടെ, എനിക്ക് തന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോ ഈ വിയർ പൊലിച്ചിറങ്ങിയത് കണ്ടില്ലായിരുന്നു? മേക്കപ്പ് ആണ് കണ്ടില്ലായിരുന്നോ? അപ്പോ സൗന്ദര്യം ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുകയായിരുന്നു. പുള്ളിക്കാരി നോ, എനിക്ക് നിന്നെ പറ്റില്ല, ഐ ആം ദ റിജക്റ്റഡ്, യു ഡ്രൈവഷ് എന്ന് പറഞ്ഞപ്പോഴത്തേനും അനീഷ് ഇപ്പോ അനുമോളുടെ സൗന്ദര്യം മേക്കപ്പായി, വിയർ തൊലിക്കുന്ന പോലെയായി. അനീഷ്, നിങ്ങള് എന്താ പറയുക, ഇപ്പോ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞ് എനിക്ക് അധികം വിഷമമുണ്ട്. നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ ഒരു വ്യക്തിത്വമാണ് നിലനിർത്തേണ്ടത്, അല്ലാതെ ഇമാതിരി തോന്നിയ ദിവസം കാണിക്കല്ലേ ചെയ്യേണ്ടത്. ഓക്കെ, എന്തായാലും ഈ ബിഗ് ബോസിനെ കുറിച്ചിട്ട് നമ്മുടെ രേണുവും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസിക്കലി രേണു അല്ല, നമ്മുടെ ദാസേട്ടൻ, ഞാൻ തന്നെ വിളിക്കുന്നത് വിമൽ കുമാർ എന്നാണ്. അതുപോലെ ദാസേട്ടനെ വിളിക്കുന്നത് ദാസേട്ടൻ കോഴിക്കോട് എന്നാണ്. കഴിഞ്ഞ ദിവസം വിവി ഇട്ടേക്കുന്നുണ്ട് ദാസൻ കോഴിക്കോട്, അത് മതി. ഓക്കെ, അപ്പൊ ദാസേട്ടൻ ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സംസാരം കേൾക്കാം. അഭിപ്രായ വ്യത്യാസമുണ്ട്. സംസാരം കേൾക്കണ ഹെഡ്സെറ്റ് വേണം. ഒരു മിനിറ്റ് എന്റെ തെറ്റ സോറി. അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് ഈ ബിഗ് ബോസ് സീസണിലുള്ള ആൾക്കാർ അവരെ ലോകം അവർ മാറ്റുന്ന രീതിയിൽ പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. അതിനോട് സോ വാട്ട്, അവരുടെ ലോകം എന്ന് പറഞ്ഞ് നിൽക്കുന്നതിന് നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? രേണുവിന്റെ ആൽബം, രേണുവിന്റെ കുറെ ഡിങ്കോൾഫി ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ആയിട്ട് രേണു പോകുന്നുണ്ടല്ലോ, നമ്മൾ ആരും ചോദ്യം ചെയ്യുന്നില്ലല്ലോ. അല്ല, ചോദ്യം ചെയ്യുന്നുണ്ട്. അതുപോലെ വേണു കണ്ടത് എന്റെ ഡിഫറെന്റ് ആണ്. ഇവര് പുറത്തെ കഴിഞ്ഞാൽ എല്ലാ വർക്കിലും എണിയുണ്ട്. പക്ഷെ ബിഗ് ബോസ് ഇറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ചെയ്യും? അവരൊരു 10 വാരം മാത്രമല്ല ലോകം, അവരൊക്കെ ബിഗ് ബോസിൽ പോയി അവരുടെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് അവിടെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ സൗഹൃദം പുലർത്തി പുറത്തിറങ്ങി കഴിയുമ്പോഴും ആ സൗഹൃദം പുലർത്തുന്നു, തമ്മിലടിക്കുന്നു. രേണു അവിടെ ഒന്ന് വാ തുറന്ന് ഒരു കോട്ടുവായെങ്കിലും ഇടാൻ വാ ഒന്ന് തുറന്നിരുന്നെങ്കിൽ രേണുവിന് ആരെങ്കിലുമൊക്കെ സുഹൃത്തായിട്ട് കിട്ടേനെ. ആകെ അനീഷ് അങ്ങോട്ട് വന്ന് ചൊറിഞ്ഞത് കൊണ്ടും മസ്താനി വന്ന് ചൊറിഞ്ഞത് കൊണ്ടും എവിടെയോ 70 ക്യാമറ ഉണ്ട്, ഒരെണ്ണത്തിൽ പോലും കിട്ടാതെ ഒഴിഞ്ഞു നടക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് രേണുവിന് അതിനകത്തുണ്ടായിരുന്നു. ഇങ്ങനെ ഇവര് വന്ന് ചൊറിഞ്ഞത് കൊണ്ട് ഇവരെ ക്യാമറ ഫോക്കസ് ചെയ്തപ്പോ എവിടെയോ രേണു ഒന്ന് പെട്ട്. പിന്നെ ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോ മോളെ ഈ മാസം ഒന്നും ചെയ്തില്ല മോളെ, അല്ലെങ്കിൽ ഈ ആഴ്ച ഒന്നും ചെയ്തില്ല മോളെ,
അല്ല ചെയ്യാം ഏട്ടാ, ചെയ്യാം. എന്റെ പിള്ളേരെ മിസ് ചെയ്യുന്നു കേട്ടാ. ഇനിയും മിസ് ചെയ്യത്തില്ല, ഇനി ഞാൻ സേഫ്. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച വരുമ്പോഴും ലാലേട്ടൻ ചോദിക്കും, പിള്ളേ ഈ ആഴ്ച ഒന്നും കണ്ടില്ലല്ലോ പിള്ളേ, ചെയ്യാം, എനിക്ക് മക്കളെ ഓർത്തിട്ടാ ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു തേങ്ങയും ചെയ്യാൻ പറ്റത്തില്ലെന്ന് കണ്ടിട്ട് രേണുവിനെ അതിന് പൊക്കിയെടുത്ത് വെളിയിലോട്ട് ഇടുകയാണ് സംഭവിച്ചത്. അപ്പൊ രേണുവിന് അവിടെ സൗഹൃദങ്ങളില്ല, രേണു അവിടെ വാതൊന്നും സംസാരിച്ചിട്ടില്ല. അത് രേണുവിന്റെയും കൂടെ തെറ്റാണ്. അതിനകത്തൊന്നും ഒരു സുഹൃത്തിനെ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അവരുടെ മാത്രം തെറ്റാന്ന് ഇങ്ങനെയാണ്. മാത്രം റീല്, അവർ 10 പേര് ഒരു കൂട്ടായ്മ, അവർ മാത്രം ചായ പിടിക്കാൻ പോകുന്നു, അവർ മാത്രം ചോറുണ്ടാൻ പോകുന്നു. ആ ഇവരെ കൂടെ കൊണ്ടുപോവാ ചായ പിടിക്കാനൊക്കെ. ബിഗ് ബോസ് താരങ്ങൾ ശരിയല്ല. ബിഗ് ബോസ് താരങ്ങൾ എന്താണ് കാണിക്കുന്നത്? നിങ്ങളുടെ കൂട്ടായ്മയിൽ രേണുവിനെ കൂട്ടൂ, രേണുവിനും കൂടെ നിങ്ങൾ ചായ പിടിക്കാൻ കൊണ്ടുപോകും. രേണു നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഒരു ചായ പോലും ദാഹിക്കാൻ പോലും ചായ കുടിക്കാതെ രേണു നടത്താണ്. പാവം രേണു, അറിയാമോ? രേണുവിനെ കൂടെ കൊണ്ടുപോകും. അല്ല ദാസേട്ടൻ എന്തിനാ എത്ര പ്രശ്നം? ദാസേട്ടൻ ബിഗ് ബോസ് ഉണ്ടോ? ദാസേട്ടന് ചായ കുടിക്കുമ്പോ കൊണ്ടുപോകുന്നില്ലേ? രേണു കൊണ്ടുപോകുന്നില്ലേ? അനാവശ്യമായി എവിടൊക്കെ വള്ളിയുണ്ടോ ആ വള്ളികളെല്ലാം കയറി പിടിക്കുക എന്നുള്ളത് ഇവരുടെയൊക്കെ ഒരു മെയിൻ സംഭവമാണ്. ഒരു കാര്യമില്ല, ബിഗ് ബോസിന്റെ ഒരു വള്ളിയിൽ കയറി പിടിച്ചേക്കാം, ബാക്കി കണ്ടസ്റ്റന്റ് ഒന്നും ചെയ്തില്ലേ. ഈ പ്രകടനം അതിനകത്ത് കാണിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ, രേണു സത്യസന്ധമായിട്ട് നിന്നുപോയതിനെ കുറച്ചാള്. ഇതുപോലെ കരുത്തിലിടിച്ച് വെളിയിൽ തള്ളേണ്ട സമയത്തോട്ട് പോകത്തില്ലായിരുന്നു. അതിപ്പോ 1-2 സീസണിലുള്ള ബിഗ് ബോസ് താരങ്ങൾ കാര്യമാണ് പറയുന്നത്, മുഴുവനല്ല പറയുന്നത്. രേണു എക്സ്ക്ലൂഡിങ് എന്നെ സംബന്ധിച്ചത് ഞാൻ വന്നന്ന് എന്ത് ചെയ്തു? ഞാൻ വന്നന്ന് തന്നെ ആൽബത്തിനകത്ത് അഭിനയിച്ചിരുന്നു. അതിന് നമുക്ക് എന്തൊരു കാണും? സോ വാട്ട്? എന്ത് ഇത് ആണ് നിർത്തുകൂടെ? എന്റെ പേഴ്സണെ സംബന്ധിച്ച് നമുക്ക് എല്ലാവരും നല്ല ബന്ധമാണ്, എല്ലാവരായിട്ടും. ആ ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ മുഴുവൻ സീസൺ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. 1-2 സീസണിലുള്ള ആൾക്കാർ അവരെ മാത്രം ലോകം രീതിയിൽ വരുന്നതിനോട് കാണുമ്പോ ഒരു വിഷമം അല്ലാതെ. നിങ്ങൾ ബിഗ് ബോസിൽ ഇല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ ഇരുന്ന് വിഷമിക്കുന്നേ? 1-2 ബിഗ് ബോസിനെ കുറ്റം പറയുന്ന പറഞ്ഞ ഏതാ? രേണുള്ള സീസണിനെയാണോ കുറ്റം പറയുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ ബിഗ് ബോസിലുള്ളത് ചായ കുടിക്കാൻ പോകുന്നതിന് ഇളവ് വിളിച്ചില്ലെന്ന് പറഞ്ഞ് കിടന്ന് കരയുന്നേ? രേണുവിന് ചായ കുടിക്കണേ രേണു പോയി ചായ കുടിക്കി. അവര് കൂട്ടിയാലേ കുടിക്കത്തുള്ളൂ. അവരപ്പ രേണുവിനെ അങ്ങനെ കൂട്ടാൻ പറ്റുന്ന ഒരു സൗഹൃദത്തിലേക്ക് കണ്ടിട്ടില്ലെന്നുള്ളത് മനസ്സിലാക്കുക. ഒരാവശ്യമില്ലാതെ ബിഗ് ബോസ് തീർന്ന് കുറച്ചുകൾ കഴിഞ്ഞപ്പോ ജസ്റ്റ് ഒരു തമ്മിത്തല്ലി. എന്തിനാണ് ഇതിന്റെ ആവശ്യം? കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന പോലെ സീസൺ 2 അടുത്ത സീസൺ തുടങ്ങാൻ നേരത്തേനും കുറെ കോൺട്രവേഴ്സികളും മുമ്പ് കുറച്ചൊക്കെ ഉണ്ട്. നല്ലതാണ്. ഇപ്പൊ നമ്മൾ തുടങ്ങിയത് അനീഷിന്റെ വിഷയത്തിലാണ്. അനീഷിനോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മെച്യൂരിറ്റി കാണിക്കുക. ആ പെണ്ണ് നിങ്ങൾ റിജക്ട് ചെയ്തു, ഇനി അഴുക്ക പെണ്ണുകള് അവള് ഭോഗം ആ ഒരു സാധനം ഇറക്കാതിരിക്കുക. ഈ കാലാകാലങ്ങളായിട്ട് പുരുഷന്മാർ പറയുന്ന സാധനമാണ്, ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്ത് ആ പെണ്ണ് നോ പറഞ്ഞു കഴിഞ്ഞാൽ അവള് ശരിയല്ല, അവള് ഫുള്ള് മേക്കപ്പ്, അവളെ കാണാൻ കാശിനുള്ളത്തില്ല അവളെ. അങ്ങനെയല്ല. വിത്ത് ഓൾ റെസ്പെക്ട് നിങ്ങളുടെ പരിപാടി നോക്കുക. ഓക്കെ, എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തുക. എന്നെ സബ്സ്ക്രൈബ് ഹൈപ്പ് ഒന്നും ആരും ചെയ്യുന്നില്ല കേട്ടോ, അതൊക്കെ ഒന്ന് ചെയ്തു വെക്ക്. കുറെ ആൾക്കാർ ബാക്കിൽ ഇതെന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഡേറ്റ് അടിച്ചു പോയി ഗൈസ്, വേറെ ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് സെറ്റ് ചെയ്യാം മറ്റു